ഈ ഒരു സന്ധ്യായാമ സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ കടന്നു വരികയും ആ കൃപയാൽ കർത്താവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ബലഹീനരായിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ അങ്ങയുടെ സൃഷ്ടികളായിരിക്കുന്ന മക്കൾ ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന ആ ജ്ഞാനം ഉൾക്കൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന മക്കളായി വളരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാം കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൃപയാൽ മക്കളെ എല്ലാവരെയും നീ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണല്ലോ. ദൈവമേ, ലോകത്തിൽ അയച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന കർത്താവെ നന്മകൾ ഉൾക്കൊണ്ട് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്വർഗരാജ്യം പണിത് ഉയർത്തുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ നീ ഇടയാക്കണമേ. ദൈവമേ, പൈശാചികമായ ശക്തികൾ കടന്നു വരുമ്പോൾ ആ കർത്താവെ അതിൽ വീണു പോകാതെ അങ്ങേ കൂടുതലായി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം മക്കളെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കർത്താവെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തളർന്നു പോകാതെ അങ്ങേ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും വിശ്വസ്തയോടെ നല്ല ഒരു പോരാട്ടം കർത്താവെ ഓടുവാൻ തക്കവണ്ണം മക്കളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങേ കർത്താവെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം മക്കളെ എല്ലാവരെയും നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്നത്തെ ഈ MGOCSന്റെ സോണൽ മീറ്റിംഗിനെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാരവാഹികളെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ യോഗത്തിൽ കർത്താവെ അതിൽ പിമ്പിൽ പ്രവർത്തിച്ച എല്ലാം കരങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഇന്നത്തെ ഈ ദിവസം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്ന അങ്ങയുടെ കർത്താവെ കർത്തൃദാസനായിരിക്കുന്ന ആചാര്യ ശ്രേഷ്ഠനെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. വിശേഷാൽ കർത്താവെ കഴിഞ്ഞ 11 വർഷക്കാലം കർത്താവെ വൈദിക ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ആചാര്യ ശ്രേഷ്ഠന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നും കർത്താവെ ആചാര്യ ശ്രേഷ്ഠന്റെ എല്ലാ പ്രവർത്തനങ്ങൾ അങ്ങയുടെ നാമം മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. കുടുംബമായി കർത്താവെ ശിബുജനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, വിശേഷാൽ രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലായിരിക്കുന്ന അനേക മക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന കാതോലിക ഭാവ തിരുമനസ്സിനെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. സഭയിലായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ചിരിങ്ങിൽ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കർത്താവെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കർത്തൃ പ്രാർത്ഥന ഈ പ്രകാരം ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കാട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവലും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നുടെ സ്ത്രീയിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളമേ, മർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവ തമ്പുരാന്റെ എന്റെ അമ്മ വിശ്വരണമേ. ആമേൻ. Ria and Reggie? Yes. Please start here. No temptation has overtaken you except such as it is to common to man. God is faithful, who will not allow you to be tempted beyond what you are able, but with the temptation will also make the way to escape, that you may be able to bear it. 1 Corinthians chapter 10 verses 13. With warm greetings, I, Ria and Renji, extend my warmest greetings to each and everyone present here on a very auspicious moment in a spectacular evening on behalf of Kuwait Zonal. Thank you for coming and giving us a reason to so many faces to smile. It means a lot. The moment is special for us and we all are gathered here to make it more important. We have over 150 registrations and it is viewed by a lot of people through Facebook pages and through various websites. This proves that no pandemic
can defeat the faith of God. The world is full of diamonds and gems, and we are having some of them today to build this event. With this note, I would like to give my heartiest welcome to all the Christian fellows present here. MTOCSM, Mar Gregorios Orthodox Christian Students Movement, was founded in 1908 under the prayerful patronage and intercession of Saint Gregorios of Paramela. Now, I would like to invite all the dignitaries for attending and making this event special and memorable. First of all, I would like to invite Reverend Father Gigi George, the Vicar of St. Gregorios Indian Orthodox Mahidavaga and the Associated Vicar of St. Thomas Indian Orthodox Paripalli for the opening prayer. Ria, continue the next one. We had. Thank you, Jiju Acha. Yeah. Next, for the welcome speech, I would like to invite Master Jonathan Isho Suresh of St. Thomas Indian Orthodox Paripalli. Greetings in the name of the Father, the Son, and the Holy Spirit. A very good evening to one and all. It gives me immense pleasure to grace all of your presence in this online conference tonight in order to educate ourselves with great wisdom. As we all know, our topic today is overcoming temptations faced by teenagers. We, as teenagers, face temptations almost every day in our lives. It makes us only think of instant gratification and not of long-term consequences such as guilt, shame, etc. But ultimately, the only absolute defense against temptation is God. A sincere prayer to Him is always heard and will always be answered. Now, with that said, let me now proceed to my assigned duty. First of all, I would like to welcome the Vice President of MGOCSM and OCYM to the session, Reverend Father Joby Peter, who's accepted our invitation and joined us in this online platform to bless us on this occasion. Sir. Next, I would like to extend a warm welcome on behalf of all MGOCS members, the Vicar of St. Gregorios Indian Orthodox Mahidavaga and the Administrative Vicar of St. Thomas Indian Orthodox Paripalli, Reverend Father Jiju George, onto this session. And now, let us welcome the beloved Vicar of St. Stephen's Indian Orthodox Church, Reverend Father John Jacobs, and also the Assistant Vicar of St. Gregorios Indian Orthodox Mahidavaga, Reverend Father Liju Panachan, who is expected to join in sooner. And last but not the least, let us all welcome, on behalf of all MGOCS members gathered here, the source of wisdom for tonight and an intellectual, our guest of honor, the Vicar of St. Basil Indian Orthodox Syrian Church, Reverend Father Matthew M. Matthew, onto the platform to bless us with his words of wisdom. Also, on behalf of everyone, I would like to welcome onto the platform another prominent man who serves as the General Secretary of MGOCSM Calcutta Diocese, Mr. Rahul Matthew. Thank you for accepting our invitation and joining us tonight onto this platform. Also, I would like to express my heartfelt gratitude on behalf of everyone, two prominent men who have worked tirelessly throughout the days and weeks for the success of this meeting. The Joint Secretary of MGOCSM Kuwait Zone, Mr. Shaji P. Thomas, and its coordinator, Mrs. Elizabeth Lizu Jinu, onto this conference. Thank you so much for joining in tonight. Now, I would like to express my deepest gratitude and welcome all office bearers of all the sister parishes in Kuwait and all volunteers and teachers and IT support team. This event would have been impossible without platform. And finally, I would also like to welcome everyone outside Kuwait Zone who has joined in tonight. I sincerely hope this seminar would be profitable and fruitful for everyone present here. Thank you. May God bless you all.
Thank you, Master Jonathan Suresh, for the welcome speech. For the Bible reading, I would like to invite Ms. Anosha Elizabeth Blesson of St. Stephen's Indian Orthodox Church. 1 Corinthians chapter 10, verses 1 to 6 and 12 to 13. I want you to remember, my brothers, what happened to our ancestors who followed Moses. They were all under the protection of the crowd and all passed safely through the Red Sea. In the cloud and in the sea, they were all baptized as followers of Moses. All ate the same spiritual bread and drank the same spiritual drink. They drank from the spiritual rock that went with them, and the rock was Christ himself. But even the God was not pleased with what most of them did. And so their bodies were scattered all over the desert. Now, all of this is an example for us to warn us not to desire evil things as they did. Whoever thinks he is standing firm had better careful that he does not fall. Every test that you have experienced is kind that normally comes to people. But God keeps his promise, and he will not allow you to be tested beyond your power to be firm. At this time, when you have been put to test, he will give you the strength to endure it and provide you with a way out. In the name of the Father, and of the Son, and the Holy Spirit, one to God. Amen. Thank you, Ms. Anosha Blesson, for the Bible reading. Next, I would request Master Johann Jacob Suresh of St. Gregorios Indian Orthodox Mahayadavaga for the Bible reading. Galatians chapter 5, verses 13 to 24. You, my brothers, were called to be free, but do not use your freedom to indulge the sinful nature. Rather, serve one another in love. The entire law is summed up in a single command: love your neighbor as yourself. If you keep on biting and devouring each other, watch out, or you will be destroyed by each other. So I say, live by the Spirit, and you will not gratify the desires of the sinful nature. For the sinful nature desires what is contrary to the Spirit, and the Spirit what is contrary to the sinful nature. They are in conflict with each other, so that you do not do what you want. But if you are led by the Spirit, you are not under law. The acts of the sinful nature are obvious: sexual immorality, impurity and debauchery, idolatry and witchcraft, hatred, discord, jealousy, fits of rage, selfish ambition, dissensions, factions and envy, drunkenness, orgies, and the like. I warn you, as I did before, that those who live like this will not inherit the kingdom of God. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self control. Against such things there is no law. Those who belong to Christ Jesus have crucified the sinful nature with its passions and desires. Thank God, amen. Thank you, Master Johann Suresh, for the Bible reading. As you all know, we have been awaited for today's study class, headed by Reverend Father Matthew, the Vicar of St. Basil Indian Orthodox Church. And the topic is overcoming temptation in the life of a teenager. So I would like Reverend Father Matthew to preside over the session. കേൾക്കാമോ? Yes, Acha, കേൾക്കാം. ഓക്കെ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഈ MGOSSത്തിന്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ്,
ഈ 4 ഇടവകളിലെയും എം ജോസഫിന്റെ വൈസ് പ്രസിഡന്റുമാർ, ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും തൃത്വനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കോവിഡിന്റെ കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു ക്ലാസ് നമ്മൾ ഓൺലൈൻ വഴിയായി സംഘടിപ്പിച്ചതിലുള്ള നന്ദി ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഇതിന്റെ കോർഡിനേറ്റേഴ്സും മറ്റുള്ളവരെയും ഒക്കെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അപ്പോ എന്നെ അധികം കാണുന്നില്ലെന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നു. അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഇരുട്ടാണ്, എന്നെ കാണാൻ അത്ര പറ്റത്തില്ല, ബ്ലാക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇച്ചിരിയുടെ പ്രകാശത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങളാരും ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കണ്ട, കാരണം നമ്മൾ കുറച്ച് ഒരു 10-40 മിനിറ്റ് ഇതുണ്ട് ക്ലാസ്. അതുകൊണ്ട് വലിയ നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് പ്രയാസം തോന്നും. വലിയൊരു ക്ലാസ്, തിയോളജി ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്ന ഒരു പ്രതീതിയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരുടെ ഒരു എക്സ്പ്രഷൻസ് പോലും മാറുന്നില്ല. കേൾക്കുന്നുണ്ടോ? അപ്പച്ചന്മാര് പ്രയർ മീറ്റിംഗ് ഇരിക്കുന്നൊക്കെ, അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രയർ മീറ്റിംഗ് ഇരിക്കുന്നതൊക്കെ ഇരിക്കരുത് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന്, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, ഞാൻ നിങ്ങളെ വഴക്ക് പറയണമെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് തോന്നണ്ടേ? അങ്ങനെ ഫീലിംഗ് വേണ്ടേ? കേൾക്കാം നല്ലതുപോലെ. അപ്പൊ ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓവർകമ്മിങ് ടെംപ്റ്റേഷൻസ് ഇൻ ദ ലൈഫ് ഓഫ് എ ടീനേജർ. അപ്പോ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് നിങ്ങൾ ഏകദേശം 152 പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഹൗ ടു ഓവർകം ടെംപ്റ്റേഷൻസ്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും പേര് താല്പര്യം. അതോ എനിവേ എന്തായാലും പോസിറ്റീവ് സെൻസ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സബ്ജക്റ്റിന്റെ കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11 ആണ്. അവിടെ ഇപ്രകാരം പറയുന്നു, put on all the armor that God gives you so that you will be able to stand up against the devil's evil tricks. അപ്പോ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. Put on all the armor that God gives you so that you will be able to stand up against the devil's evil tricks. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരികയാണ്. മറ്റൊന്നുമല്ല, ഈ എഫേഷ്യൻസ് ചാപ്റ്റർ 6 ഫുൾ ആയിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. ഇപ്പോഴല്ല, വീട്ടിൽ ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിച്ചിട്ട് കിടക്കാവുള്ളൂ എന്നൊരു തീരുമാനം ആദ്യം തന്നെ എടുക്കണം. എഫേഷ്യൻസ് ചാപ്റ്റർ 6. ഇനിയും ഈ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, വളരെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇത് ടെംപ്റ്റേഷനാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ പോകണം തോന്നുന്നത് എന്താണ് ഒരു ടെംപ്റ്റേഷനാണ്. അപ്പൊ അതുകൊണ്ട് അത് ഓവർകം ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റോള്. കേൾക്കുന്ന പേരൻസിനോട് ഞാൻ പറയുകയാണ്, അവർ എഴുന്നേറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാര്യം ഈ ഉപദേശം, അഡ്വൈസിങ് എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് പേരൻസ് കേൾക്കുന്ന ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഞാൻ അടിക്കത്ത് തോന്നുന്ന കാര്യം ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാനുള്ളത് പറയാനേ പറ്റും. സോ യു ഹാവ് ടു ഹിയർ. ഓക്കെ, ഞാൻ അച്ഛനായാലും പേരൻസ് ആയാലും നിങ്ങളെ സ്നേഹിക്കുന്നവരാരായാലും നമ്മൾ എന്ത് നിങ്ങളോട് പറയുന്നോ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ യു ഹാവ് ടു ഹിയർ, യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, ടെംപ്റ്റേഷൻ എന്ന വാക്ക് നമ്മൾ സാധാരണ ഇപ്പൊ എന്ത് കിട്ടിയാലും ഗൂഗിളിൽ അടിച്ചു നോക്കുമല്ലോ. അപ്പോ അച്ഛന് ഇംഗ്ലീഷ് അത്ര വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ വാക്ക് കിട്ടിയപ്പോഴേ ഗൂഗിളിനകത്ത് നിന്ന് അടിച്ചു നോക്കാന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു മീനിങ് ടെംപ്റ്റേഷന് വേണ്ടി കിടക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ഇപ്രകാരമാണ്. എന്താണ്? ഈ കുഞ്ഞുങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്യാതെ ഓൺ ആക്കി വെക്കുന്നതാണ് എനിക്ക് സന്തോഷം. ചുമ്മാ അവിടുന്ന് കാർട്ടൂൺ കാണാതെ ഇത് മൊത്തം ഞാൻ കാണുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരെയും കാണുന്നുണ്ട്. എനിക്ക് എല്ലാ മുഖവും പരിചയമാണ്, എല്ലാ പള്ളിയിലെയും. ഓക്കെ, അതുകൊണ്ട് കഴിയുന്നിടത്തോളം നിങ്ങൾ
ലൈവിൽ വന്ന് കാണണം. കാരണം അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ അത് വെറുതെ കമ്പ്യൂട്ടറിനോട് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ എല്ലാവരും ഫേസ് കാണണം. ഓക്കെ, അപ്പോ ടെംപ്റ്റേഷൻ എന്ന വാക്ക് അതിന്റെ അർത്ഥം the desire to do something, especially something wrong or unwise. ഇതാണ് അതിന്റെ പെട്ടെന്നുള്ള മീനിങ്. എന്തുവാ? The desire to do something, especially something wrong or unwise. നമുക്ക് പറയാൻ പറ്റുന്നത് തെറ്റായതോ ബുദ്ധിശൂന്യമായതോ ആയ കാര്യങ്ങളെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രയോജനവുമില്ലാത്ത എന്നാൽ നമുക്ക് നാശമുണ്ടാക്കുന്ന എന്തിനെയെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് temptation എന്ന് പറയുന്നത്. Okay, അപ്പോൾ നമുക്ക് when we read the Bible, in the beginning we can see in Genesis chapter 3 verse 3 നമുക്കൊരു ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? Genesis chapter 3 verse 3 പ്രകാരം പറയുന്നു, the woman saw how beautiful the tree was and how good its fruit would be to eat, and she thought how wonderful it would be to become wise. ആദ്യമായിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരുന്ന ആദാമിനും ഹവ്വായുടെയും ജീവിതത്തിൽ വന്നു പോയ ഒരു വലിയ ടെംപ്റ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതാണ് ബിഗിനിങ്ങിൽ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ടെംപ്റ്റേഷൻ. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് പിന്നെ ആദമിനെയും ഹവ്വയും കിഴക്ക് ഏതെങ്കിലും തോട്ടം ഉണ്ടാക്കിയെന്നും അവിടെ ആദമിനെയും ഹവ്വായെയും ദൈവം തോട്ടം കാപ്പാനായിട്ട് ഏൽപ്പിച്ചുവെന്നും അവിടെ അവർക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? അവിടെ അവരെ ആക്കിയിട്ട് എന്ത് പറഞ്ഞു? Then God commanded, you can enjoy all the things which is in the garden, but you are not supposed to eat the forbidden fruit which is in the middle. നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഫലവും അനുഭവിക്കാം. ഏദൻ തോട്ടം പോലെ വളരെ മനോഹരമായ തോട്ടം, ധാരാളം ഫലങ്ങളുണ്ട്, എല്ലാ തരത്തിലുമുള്ള സന്തോഷത്തിനുള്ള കാരണങ്ങളുണ്ട്. ബട്ട് ഇൻ ദ മിഡിൽ there is a tree, ഒരു ഫ്രൂട്ട് അതിനകത്തുണ്ട്. യു ആർ നോട്ട് സപ്പോസ് ടു ഗോ there, യു ഷുഡ് നോട്ട് ഈറ്റ് there. അത് ചെയ്യരുത് എന്ന് ദൈവം പറയുന്നു. പക്ഷേങ്കിൽ ഈ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് അത് ആർക്ക് തോന്നിയതാണ്? ഈവിന് തോന്നി, ഹവ്വയ്ക്ക് തോന്നിയ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തുവാ അത്? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അത് തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യവും എന്ന് ആര് കണ്ടു? ഹവ്വ കണ്ടു. ഇതാണ് ടെംപ്റ്റേഷനിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റീസൺ. എന്താണ്? കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുക, തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യവും എന്ന് ഹവ്വ കണ്ടു. എന്ത് ചെയ്തു? അവിടേക്ക് ചെന്നു അത് ഫലം പറിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു ടീനേജിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യരുത് എന്ന് ആര് പറയുന്നു അതിന് ഓപ്പോസിറ്റ് ചെയ്യുക. അതൊരു ഹീറോയിസമായി നമുക്ക് തോന്നാറുണ്ട് ആ സമയത്ത്, അല്ലേ? അതൊരു ഹീറോയിസമായി തോന്നും. നമ്മൾ അപ്പനോ ഒരു കാര്യം പറയുക, അമ്മ ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ സഹോദരൻ ഒരു കാര്യം പറയുക, എൽഡേഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരായിട്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ, ഇൻസ്പിറേഷൻ, അതാണ് പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇവിടെ അതിനുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഒരു ജെനിസിന്റെ ഈ ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പം വില്യം ബാർക്ലേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തിയോളജി ഉണ്ട്. നിങ്ങളൊക്കെ ആ പേര് കേട്ടിട്ടുണ്ടാവും, വില്യം ബാർക്ലേ. അദ്ദേഹം 2 കാരണങ്ങൾ എന്തുകൊണ്ട് ഹവ്വയുടെ ജീവിതത്തിൽ ഈ ഫലം പറിച്ചു തിന്നാൻ ഇടയായി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. There are 2 reasons. ഒന്നെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? She was alone when Satan approached her. She was alone when Satan approached her. എപ്പോഴാണോ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ അവളിലേക്ക് അല്ലെങ്കിൽ അവളുടെ അടുത്ത് വന്നത്, ആ സമയത്ത് ആര് മാത്രമേ ഉള്ളായിരുന്നു? ഹവ്വ മാത്രമേ ഉണ്ട്, ആദാം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. ഇങ്ങനെ ഒരു പ്രോവർബ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? സോളിറ്റ്യൂഡ് ഈസ് ആൻ എൻട്രൻസ് ടു സിൻ. എപ്പോഴും ഏകാന്തത ചില സമയത്തെങ്കിലും എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ പാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഓർക്കണം, എല്ലാ ഏകാന്തതകളും പാപത്തിലേക്ക് നയിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് മരുഭൂമിയിലായിരുന്നു.
മരുഭൂമിയിൽ ഏകാന്തവാസം നയിച്ച ആളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് അത് ഒത്തിരി ആർജിച്ചെടുത്തതാണ്. അതെന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അത് പിന്നെ പാപങ്ങളെ ഓവർകം ചെയ്യാൻ, ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷമാണ് അവിടെ പോയത്. അല്ലെങ്കിൽ അത് ആദ്യം തൊട്ടേ ജോൺ ദ ബാപ്റ്റിസ്റ്റിന് ഉണ്ടായിരുന്നു. പക്ഷെ വി ആർ നോട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, വി ആർ മിയർലി എ ഹ്യൂമൻ ബീയിങ്സ്. സോ നമുക്ക് അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പൊ ഇവിടെ ഹവ്വായുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ കുഴപ്പം എന്താണ്? കുടുംബത്തെ ദൈവമാക്കിയതാണ്, അല്ലയോ? ഫാമിലി രൂപ, അതായത് പിന്നെ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല. ഇറ്റ് വാസ് നോട്ട് ഗുഡ്. എ മാൻ വാസ് ഹൂ അലോൺ. അതുകൊണ്ട് എന്ത് വിചാരിച്ചു? അവനൊരു സപ്പോർട്ട് കൊടുത്തു. ആരെ? ഹവ്വായെ കൊടുത്തു. അപ്പോ അവര് ദേ ഹാവ് ടു ഗോ ടുഗദർ. എല്ലായ്പ്പോഴും അവർ രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടാകണം. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റി? ഒറ്റയ്ക്ക് ഹവ്വായിരുന്നപ്പോൾ അവരുടെ വീക്ക്നെസ്സിലേക്ക് ആര് പ്രവേശിച്ചു? സൈറ്റൻ പ്രവേശിച്ചു. ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ പേരൻസ് രണ്ടുപേരും പലതരത്തിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു. എൽഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റെവിടെയും പോകേണ്ടി വരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ടൈം യു മേ ബി അലോൺ. ബട്ട് അവിടെയാണ് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടത്. ഞാൻ ഏകനായിരിക്കുമ്പോൾ എന്നെ ഒന്നുകിൽ അവർ ഓർക്കണമായിരുന്നു, ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ പ്രസൻസ്, അതിനെക്കുറിച്ച് ഓർക്കാമായിരുന്നു. അല്ലെങ്കിൽ ആരുടെ അസ്ഥിയിൽ നിന്നാണോ താൻ നിർമ്മിക്കപ്പെട്ടത് ആ ആദമിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകേണ്ടതായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കിതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വകതിരിവെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഒരു വകതിരിവ് ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ പാപങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഇങ്ങനെയുള്ള ചില പാപചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഏകാന്തമായിരിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നാം ആയിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചൊക്കെ ഓർക്കുവാനും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ലൈക്ക് ഈവ് വി മേ fall into sin. നമ്മൾ അതിനകത്തേക്ക് വീഴാനുള്ള സാധ്യതകൾ. സോ ഓൾവേസ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ എപ്പോഴെങ്കിലും ഈ തരത്തിലുള്ള ഒരു അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മസ്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ദൈവത്തിന്റെ സ്വന്തം കരസൃഷ്ടിയാണെന്ന്. ഹി ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നവർ. ദൈവത്തിന്റെ അതേ ഛായയിലും അതേ രൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത്രമാത്രം ഡീപ്പായിട്ടുള്ള ബന്ധമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്. ആ സൃഷ്ടിയാണ് ഇങ്ങനെയുള്ള പാപത്തിൽ അനുസരണക്കേടിലൂടെ പുറത്തുപോയത്. അപ്പൊ അതുകൊണ്ട് ഏകാന്തത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാപങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യു ഷുഡ് റിമെമ്പർ യുവർ പേരൻസ്, യുവർ സൊസൈറ്റി, യുവർ ചർച്ച്, ആരൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കും. അത്തരം സന്ദർഭങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു താല്പര്യം, വി ഷുഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ്, ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമാണ്. നമ്മൾ രണ്ടാമതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഹവ്വായുടെ ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചു പോയത് എന്താണെന്ന് അറിയാമോ? ഹവ്വായിലൂടെ ആദം തെറ്റിലേക്ക് വീഴുന്നു, ആദമിലൂടെ മനുഷ്യരാശി മുഴുവൻ തെറ്റിലേക്ക് വീഴുന്നു. അങ്ങനെ നമ്മൾ ഇന്നും പാപത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പാപത്തിൽ നമ്മളെ രക്ഷിക്കാൻ പിന്നെ കർത്താവ് വന്നതിനെ കുറിച്ച് നമുക്ക് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരാടെ ഒരു വീക്ക്നെസ് കൊണ്ട്, പാപങ്ങൾ കൊണ്ട് പലപ്പോഴും എന്ത് സംഭവിക്കും? നമ്മുടെ പേരൻസിന് നല്ല പേര് നഷ്ടപ്പെടും, അവരുടെ അധ്വാനങ്ങൾ വൃഥാവായി പോവും. അങ്ങനെ ഓരോ തലത്തിൽ നമ്മുടെ തലമുറകൾക്ക് പോലും അതൊരു ഏതെങ്കിലും അബദ്ധങ്ങളിലോ പാപങ്ങളോ വീണു പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മളെ പഴിക്കാൻ ഇടയാവും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർക്കണം, ഓൾവേസ് പാപം എന്താണ്? എപ്പോഴും നമ്മുടെ വാതിക്കൽ കിടക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും പാപം എപ്പോഴും നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ നമ്മളിലേക്ക് അത് പ്രവേശിക്കും. സോ വെരി കെയർഫുൾ വെൻ യു ആർ അലോൺ. ആദമിന് ഹവ്വായ്ക്ക് പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷീ വാസ് നിയർ ടു ദ ഫോർബിഡൻ ട്രീ. ഷീ വാസ് നിയർ ടു ദ ഫോർബിഡൻ ട്രീ. അവൾ എവിടെയായിരുന്നു? അവള് ആ ഫോർബിഡൻ ട്രീയുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കായിരുന്നു. ദൈവം എന്താ പറഞ്ഞത്? ബാക്കിയെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്താൽ, ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ദയർ, യു ഷുഡ് നോട്ട് പ്ലക്ക് ദ ഫ്രൂട്ട്. ഇത് പറഞ്ഞപ്പോ തൊട്ടേ അത് ഹവ്വായുടെ മനസ്സിലിരുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. അത് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. എന്ത് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനോടൊരു പ്രത്യേക താല്പര്യം, അതിനോടൊരു പ്രത്യേക താല്പര്യം വരികയും അങ്ങനെ നമ്മൾ അതിന്റെ അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യും.
അങ്ങനെ കറങ്ങി കറങ്ങി നടന്ന അവസാനം എന്ത് സംഭവിച്ചു? ആ ഫലം പറിച്ചു തിന്നു. ദൈവം അവരെ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകളുണ്ട്. ഒരു കുടുംബം എന്ന പശ്ചാത്തലത്തിൽ, ഒരു സമൂഹത്തിന്റെ ഭാഗം, ആസ് എ പാർട്ട് ഓഫ് എ സൊസൈറ്റി, ആസ് എ പാർട്ട് ഓഫ് എ ഫാമിലി, വി ആർ എൻജോയിങ് സോ മെനി തിങ്സ്. ബട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ നിമിഷങ്ങൾ മതി. ഈ ടെംപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ടീനേജേഴ്സിന് മാത്രമല്ല, വൈദികർക്ക് ധാരാളമുണ്ട്, ഓരോ എൽഡേഴ്സിനും ഉണ്ട്. പക്ഷെ നമ്മൾ വി ആർ ഓവർകമ്മിങ് ഓൾ ദീസ് ടെംപ്റ്റേഷൻസ്. ടെംപ്റ്റേഷൻസ് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. മനുഷ്യനായിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സ് ഇല്ലെങ്കിൽ അത് കുഴപ്പമാണ്. നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ടാകണം, എല്ലാ തരത്തിലും ആ ഫീലിങ്സ് ഉണ്ടാകണം. ബട്ട് ആ ഫീലിങ്സ് വിവേകപൂർവം നേരിടുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിന് ഒത്തിരിയേറെ വഴികളുണ്ട്. അതിന്റെ അവസാനമായിട്ട് ഞാൻ അതിന് ഒരു 1-ാം സങ്കീർത്തനമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് 1-ാം സങ്കീർത്തനമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ നമുക്ക് ചോദിക്കുകയാണ്, നമുക്ക് ഈ ഫോർബിഡൻ ട്രീസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഫോർബിഡൻ ട്രീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി ഉണ്ട്. അതിനകത്ത് ഇപ്പോ ഒന്നൊരു അലസത. ഞാനിപ്പോ ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ ക്ലാസ് ആയി പോകും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരിക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു വലിയ തിയോളജി ക്ലാസ് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറയുന്നത് ഇതാണ്, നമുക്കിപ്പം ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഡു യു ഹാവ് എ പാഷൻ ടു ഗോ ടു ദ ചർച്ച്? ഡു യു ഹാവ് എ പാഷൻ ടു പ്രയർ? ഡു യു ഹാവ് എ പാഷൻ ടു മെഡിറ്റേറ്റ്? ഓർ ഡു യു ഹാവ് എ പാഷൻ ടു ഫാസ്റ്റിംഗ്? നമുക്ക് വല്ലവർക്കും ഉണ്ടോ? നമുക്ക് ഇതിനൊന്നുമുള്ള ഒരു താല്പര്യം, പ്രത്യേകിച്ച് ഈ കോവിഡും കൂടെ വന്ന സമയത്താണെങ്കിൽ പറയാതിരിക്കുന്നതാണ് വിഷയം. നമ്മൾ ഇപ്പം ചർച്ചിൽ പോകുന്ന കാര്യം തന്നെ വി ഓൾറെഡി ഫോർഗെറ്റ് ഓൾ ദീസ്. എന്താണ് ഈ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ വീട്ടിലൊരു ആസ് എ ഒരു എന്താണ് ഒരു ഡെയിലി റൊട്ടീന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രെയർ ഉണ്ടാകാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ പാഷൻ? ഒരു പ്രോഗ്രാമിന് പോകാം, ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ, ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ KFCയുടെ ഒരു വലിയ ബക്കറ്റ് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കേണുന്നൊരു താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സംഗതി അല്ലേ, ഇത്തരത്തിലുള്ള ആ ഒരു പാഷൻ എനിക്ക് ഇന്ന് പള്ളിയിൽ പോയേ പറ്റത്തുള്ളൂ. ദൈവം ഇത് നേരം വെളുത്തായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആരിലുണ്ടോ? ഇതിപ്പോ 160 പേരുണ്ട്, ഉണ്ടോ? അങ്ങനെയുള്ള ആരിലുണ്ടോ? ദൈവമേ നേരെ ഒന്ന് വെളുത്തായിരുന്നെങ്കിൽ പള്ളിയിൽ ഒന്ന് പോകാമായിരുന്നു എന്ന് വിചാരിക്കുന്ന എന്തവരുണ്ട്? അപ്പൊ ഇതിനെയാണ് സത്യത്തിൽ ഈ പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാഷൻ എന്ന് പറയുന്നത് ഫാഷൻ അല്ല, PASSION. അപ്പോഴ് ഈ തരത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് ടീനേജേഴ്സ് നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ടീനേജേഴ്സ് നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലുള്ള ഒരു പോക്കാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ലോകത്തിൽ മണ്ണുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ ഈ കൂടുതൽ വി ആർ മോർ ഫണ്ട് ഓഫ് സെലിബ്രേഷൻസ്. നമ്മുടെ ഈ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കുളിർമ നൽകുന്നത് ഈ ലോകവുമായിട്ടുള്ള ബന്ധവും താല്പര്യവുമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളോട് ഒരു താല്പര്യക്കുറവ് വരും. ഇപ്പൊ നമ്മൾ ഒരാളോട് ഇപ്പൊ ചോദിക്കുക, കുഞ്ഞെ കുർബാനയ്ക്ക് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ വലിയ വലിയ തിയോളജിൻസ് ആണെങ്കിൽ പറയും, there is no need to go to the church because God's presence is everywhere. എല്ലായിടത്തും ആരുണ്ട്? ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. there is no need. വെറുതെ നമ്മൾ പോയി വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നതിന്. കമ്പിളി പുതപ്പിന്റെ ഇടയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു പറയാറില്ലേ? ഉണ്ടോ? പുതച്ച് സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന്റെ നടുവിൽ ഞാൻ ആരെ കാണുന്നു? ദൈവത്തെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് there is no need. Why we are wasting our time? ഇത് പറയാറുണ്ടോ? ഇപ്പൊ നമുക്ക് കൊറോണ ആയതുകൊണ്ട് പല കാര്യം എക്സ്ക്യൂസസ് ഉണ്ട്. അപ്പൊ നമുക്ക് അച്ഛന്മാർക്കും പറയാൻ പറ്റുകയില്ല, പള്ളി വരെ പറഞ്ഞാൽ പറയും നമുക്ക് പ്രശ്നമുണ്ട്, ഞാനത് കൊണ്ടൊന്നും പറയാൻ കാരണം നമ്മൾ അതിനോട് അങ്ങനെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ളിൽ ദൈവമേ ഇനി കൊറോണ മാറല്ലേ എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ പള്ളിയിൽ പോക്ക് പോയിട്ട്. അങ്ങനെ ഉണ്ടോ? ഇതെനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയുക. ഓക്കെ, എനിവേ അങ്ങനെ ആകരുത് കുഞ്ഞുങ്ങളെ. നമ്മള് ഈ കുർബാന, ഹോളി കുർബാന ഈസ് നോട്ട് ഈക്വൽ ടു എനി പ്രയർ, എനി മെഡിറ്റേഷൻ. കർത്താവിന്റെ തിരുശരീരങ്ങളുടെ ഭാഗമാകുക, വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ പിതാക്കന്മാർ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാത്ത ദിവസങ്ങളെ കടപ്പെട്ട ദിവസങ്ങൾ എണ്ണപ്പെട്ടിരുന്നത്.
കടമുള്ള ദിവസം, ഞാനൊരു കടം വാങ്ങിച്ചതും അല്ലെങ്കിൽ കടം ഇട്ടിട്ടിരിക്കുന്ന പോലെ ഇന്ന് ഞാനൊരു ഞായറാഴ്ച കുർബാന. അതുകൊണ്ടാണ് എല്ലാം മസ്റ്റായിട്ടൊരു വൈദികൻ മാറാനായ പെരുന്നാൾ കുർബാന ചൊല്ലണം നിർബന്ധമാണ്. അതിനകത്ത് വിശ്വാസികൾ പങ്കെടുക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. പക്ഷെ ഇന്നിപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അതൊക്കെ ദൈവനിയോഗം ആയിക്കോട്ടെ. എനിവേ, നമ്മുടെ ഉള്ളിൽ ഈ ഒരു പാഷൻ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള, നിങ്ങളിപ്പോൾ എത്ര എൻജോയ്മെന്റിന്റെ കാലഘട്ടമായിരുന്നു. എൻജോയ്മെന്റുകളിൽ അതേ താല്പര്യത്തോടെ ദേവാലയങ്ങളിലേക്ക് വരുവാനും വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുവാനും ആ ഒരു ഉള്ളിൽ നിന്ന് ഒരു പാഷൻ വരുന്ന എത്ര പേരുണ്ട് സ്വയം ചിന്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ, വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ്, ഒരു പാപബോധം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴൊക്കെയാണ് നാം യഥാർത്ഥ മനുഷ്യരായിട്ട്. ഇപ്പൊ കൺഫെഷന് ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുക. കൺഫെഷൻ പോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ഈ ലോകത്ത് നഷ്ടപ്പെടുന്നത് വളരെ അപകടം വിളിച്ചു വരും. അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് അതിപ്പോ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു 43-44 വയസ്സിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളും കുറെ കഴിയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കാലം വരും. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം എൻജോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. എല്ലാ സെലിബ്രേഷൻസും ഇപ്പൊ നിന്നുപോയി. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും വളർന്നു വന്നു. നമ്മൾ വിചാരിച്ചു നമ്മുടെ സയന്റിഫിക് ലോകമൊക്കെ ഭയങ്കരമാണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇപ്പോ ആരും കാണാൻ പറ്റാത്തൊരു സാധനം വെച്ച് നമ്മളങ്ങ് ഭയക്കുകയാണ്. കൊറോണ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വരുന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സൃഷ്ടിയിൽ ദൈവം നമ്മളെ ആക്കിയപ്പോ ചിലത് ചെയ്യരുത് എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ദെയർ, യു ഷുഡ് നോട്ട് ഈറ്റ് ദാറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിലും എന്തുണ്ട്? നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് മനുഷ്യർ ശ്രമിച്ചു. ഈ ദേവാലയങ്ങളിൽ വരുന്നതിനേക്കാളും സൺഡേ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും മറ്റു കാര്യങ്ങളെക്കാളും ഒക്കെ നമ്മൾ എന്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു? വേൾഡ്ലി പ്ലഷേഴ്സിന് കൊടുത്തു. ദൈവം വിചാരിച്ചു 1.5 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് ഇപ്പൊ തൽക്കാലം പറയും അങ്ങനെ നിൽക്കട്ടെ, സെലിബ്രേഷൻസ് വീട്ടിൽ തന്നെ വന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ സൃഷ്ടാവിനെ മറുത്ത് ചിന്തിക്കുക. നമ്മളെല്ലാവരും ബലഹീനരാണ്. അതിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ടീനേജേഴ്സിന് മാത്രമല്ല ടെംപ്ടേഷൻസ്. 60-ാമത്തെ വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാലും അയാൾക്കുണ്ട് ടെംപ്ടേഷൻസ്. മെത്രാമാർ ചോദിച്ചാലും അച്ഛന്മാർ ചോദിച്ചാലും സാധാരണക്കാരോട് ചോദിച്ചാലും ടെംപ്ടേഷൻസ് ഉണ്ട്. ബട്ട് നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഈ സിന്നിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതൊരു അനിവാര്യമായ കാര്യം. ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതുപോലെ തന്നെ ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് അവർ പേരൻസ്, എ കമ്മിറ്റ്മെന്റ് ടു അവർ സൊസൈറ്റി. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്ത് ആകുന്നത്? ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കും. ചില ആൾക്കാർ പറയും, ചില കുഞ്ഞുങ്ങൾ പറയും, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യും, ആരാ ചോദിക്കാനുണ്ട്. നമ്മളാരും ഉണ്ടായതും നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഉണ്ടായതിന്റെ പിന്നിൽ നമ്മുടെ പേരൻസാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ പേരൻസ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ ലോകത്തിലാക്കി. നമ്മളെ എടുത്തിട്ടുള്ള അനേകം കരങ്ങളുണ്ട്. നമ്മൾ അയൽക്കാരാകാം, നമ്മുടെ അപ്പുറത്തെ അമ്മച്ചിമാരാകാം, ഈവൻ ഹിന്ദുക്കളാകാം. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ നമ്മളെ ചേർത്ത് പിടിച്ച് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റി നമ്മളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യും. നീ എങ്ങനെയാണ് നിന്റെ ഇഷ്ടം ചെയ്യുന്നത്? നിന്റെ ഇഷ്ടത്തിലല്ലല്ലോ നീ വളർന്നു വന്നത്. നീ ആക്കിയതിന് വേണ്ടി. ഞാൻ ഷിബു അച്ഛൻ ഒരു വൈദികനാതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ അധ്വാനം ഉണ്ടല്ലേ, ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്. ഞാൻ തെറ്റിപ്പോയ നിമിഷങ്ങൾ എന്നെ നേരിൽ നയിച്ച പിതാക്കന്മാരുണ്ട്. നീ ചെയ്യുന്ന തെറ്റാണെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് അടി തന്നവരുണ്ട്, ഇല്ലയോ? അവരെല്ലാവരും അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ആരായത്? ഞാനൊരു വൈദികനായത്. അപ്പോ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കണം. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഒരു 2 റൊട്ടിയോ അല്ലെങ്കിൽ 3 റൊട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും മനുഷ്യന് ജീവിക്കാൻ അത് മതി. അതിനുവേണ്ടിയാണോ നിങ്ങളുടെ പേരൻസ് വെക്കണം അധ്വാനിക്കുന്നത്? ഒരിക്കലുമല്ല. അവരെപ്പോഴും അധ്വാനിക്കുന്നത് നിങ്ങളുടെ നന്മ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു നല്ല പൊസിഷനിൽ എത്തുന്നു, 10 പേര് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അഭിപ്രായം നല്ലത് പറയുന്നു, അവന്റെ ജീവിതത്തിൽ ഒരു നിലവാരം ഉണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ ടീനേജേഴ്സ് എന്താ ഇപ്പൊ ചിന്തിക്കുന്നത്? ഇതൊക്കെ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, യു ആർ മൈ പേരൻസ്, സോ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഞങ്ങളെ ടേക്ക് കെയർ ഓഫ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എത്രയോ പേര് അങ്ങനെ ചെയ്യാത്തവരുണ്ട്. അപ്പോ നമ്മുടെ പേരൻസ് നമ്മളെ ഭംഗിയായി വളർത്തുന്നു എങ്കിൽ
അത് അവർ ചെയ്യുന്ന വലിയൊരു കടമയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ തോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. ഈ അടുത്ത കാലത്ത് കടലിലെ പാറക്കല്ലിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ അടിച്ചു കൊന്നു. എത്രയോ സ്ത്രീകൾ ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പ്രയാസം കൊണ്ട് പ്രസവിക്കാതിരിക്കുന്നു. ലിവിങ് ടുഗദറിലൂടെ അവനവന്റെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ഇതൊന്നും ഒരു സൊസൈറ്റിക്ക് ചേർന്നല്ല. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതായിട്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകണമെങ്കിൽ നമുക്ക് ഇതിനോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് വേണം. വളർത്തുന്ന പേരൻസിനോട് കടപ്പാടും ഒക്കെ വേണം. പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരോടൊരു ബഹുമാനം വേണം. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നത് മോഡേൺ ലോകമൊക്കെ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും അല്ല പറയുന്നത്. നിങ്ങളിൽ ഒത്തിരി നന്മയുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി പരിമിതികളുമുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ പറയാം, പഴയ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും നടന്നു വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും നിൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അന്ന് നമ്മളെ കാണുന്ന ഒരാൾ അവിടെ വെച്ചൊരു അടി തരും, ഓടാ വീട്ടിൽ നിന്ന് പറയും. എന്നിട്ട് നമ്മുടെ അപ്പനെ കാണുമ്പോൾ അത് പറയും. ഇന്ന് പേരൻസ് പോലും അക്കാര്യത്തിൽ അവെയറല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എപ്പോഴും നല്ലതേ പറയാം. എൻ്റെ മോൻ അന്നും പോയി ചെയ്യുകയില്ല, എൻ്റെ മോളൊന്നും ചെയ്യുക, ഇതൊന്നും അല്ല. നിങ്ങളെ തിരുത്താനുള്ള അവകാശം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് വരെയുണ്ട്. നമ്മുടെ ചർച്ചിലെ അച്ഛന്മാര് തിരുത്താൻ ബാധ്യതയുള്ളവരാ. എൻ്റെ സെന്റ് ബേസിൽ ഇടവകയിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ തെറ്റായ വഴിയിലേക്ക് പോയാൽ ഒരു ഉത്തരവാദി ഞാനാണ്. ബിക്കോസ് ആസ് എ സ്പിരിച്വൽ ലീഡർ ഐ കുഡ്ന്റ് ഗൈഡ് ഹെർ ഓർ ഹിം. എനിക്കത് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ചിത്രം. അപ്പൊ ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പാപം വാതിക്കൽ നിൽക്കുന്നുവെന്ന് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എപ്പോഴും അത് വാതിക്കൽ കിടക്കുകയാണ്. സോ നമ്മളൊന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ഏത് ഏകാന്തതയിലും ആരും നമ്മെ കാണുന്നില്ലെന്ന് പറയുന്ന നിമിഷങ്ങളിലും എന്തുണ്ടാകുന്നു? ദൈവത്തിന്റെ സാമീപ്യം നമ്മൾ ഉണ്ടാകും. ഇതിന് ഉദാഹരണമായിട്ട് വിശുദ്ധ വേദപുസ്തകം പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് കാണുന്നുണ്ട്. ആരെന്നറിയാമല്ലോ? ജോസഫ്. സഹോദരങ്ങളാൽ പൊട്ടക്കിണറിലേക്ക് എറിയപ്പെട്ട ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജോസഫ് നമുക്കറിയാം പൊട്ടക്കിണറിലിട്ടു. അതിനുശേഷം പല പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയി. അതിനുശേഷം പോത്തിഫറിന്റെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, ഞാൻ അതൊന്നും ഒത്തിരി അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. അവിടെ ചെന്നിട്ട് അവസാനം പോത്തിഫറിന്റെ അരമനയിൽ വെച്ച് തനിക്ക് തെറ്റ് ചെയ്യാൻ, ഒരു ആയിരിക്കുന്ന ഒരു യുവാവിന് തെറ്റ് ചെയ്യാനുള്ള വളരെ അനുയോജ്യമായ ഒരു സമയം അവിടെ കിട്ടുന്നുണ്ട്. ആ സമയം ജോസഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമ്മൾ എല്ലായ്പ്പോഴും, ഞാനും നിങ്ങളും എല്ലായ്പ്പോഴും ചോദിക്കണം. എന്താണെന്ന് അറിയാമോ? ഹൗ കുഡ് ഐ ഡു സച്ച് ആൻ ഇമ്മോറൽ തിങ്സ് ആൻഡ് സിൻ അഗൻസ്റ്റ് ഗോഡ്? വലിയ പാപങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രേരണയുടെ നടുവിൽ ജോസഫ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ കുഡ് ഐ ഡു സച്ച് ആൻ ഇമ്മോറൽ തിങ് ആൻഡ് സിൻ അഗൻസ്റ്റ് ഗോഡ്? ഈ ഒരു ചോദ്യം എപ്പോഴും മനസ്സിലിട്ടുകൊണ്ടിരിക്കണം. എനിക്ക് എങ്ങനെയാണ് ദൈവമേ ഇങ്ങനെ ഒരു പാപം ചെയ്യാൻ സാധിക്കും? കാരണം നീ എന്നെ വളർത്തി, നീ എന്നെ ഈ ലോകത്തിലേക്ക് ആക്കി വളർത്തിക്കൊണ്ട് വരുന്നു. നീ എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരുന്നു, കഴിവും പ്രാപ്തിയും എനിക്കുണ്ട്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെ പാപത്തിലേക്ക് വീഴാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ഇനി ഞാൻ അധികം എൻ്റെ സമയം ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നീട് ഒരു ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡിസോണറിങ് അവർ പേരൻസ് എന്നുള്ളതാണ്. നമ്മളിൽ പാടില്ലാത്തത്, നമുക്ക് വിലക്കപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പേരൻസിനെ ഡിസോണർ ചെയ്യുക. മുമ്പേ ഞാൻ പറഞ്ഞു, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു. ചില സമയത്ത് നമ്മൾ കള്ളം പറയുന്നു. ഇപ്പൊ അതിനകത്ത് എഫേഷ്യൻസ് ചാപ്റ്റർ 6 1 2 3 വേർഡ്സ് അത് ആദ്യമേ തന്നെ നമുക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് പൗലോസ് ലീഗ. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതിയാവും. ഇപ്രകാരമുണ്ട്, നമ്മൾ ചില സമയത്ത് ഒരു ചെറിയ കള്ളം പറയും. അത് നമ്മുടെ പേരൻസിനോട് പറയുന്നത് സത്യത്തിൽ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്, എ ലൈ മേ ടേക്ക് കെയർ ഓഫ് ദ പ്രസന്റ് ബട്ട് ഇറ്റ് ഹാസ് നോ ഫ്യൂച്ചർ. അത് അന്നേരത്തേക്ക് ഒരു നിലനിൽപ്പിന് പറയാൻ പറ്റുന്നെങ്കിലും പിന്നീട് നമുക്കത് അതൊരു നിലനിൽപ്പില്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഡിസ്ഹോണസ്റ്റ് പീപ്പിൾ കൺസീൽ ദെയർ ഫോൾസ് ഫ്രം ദംസെൽവ്സ് ആസ് വെൽ ആസ് അതേഴ്സ്. ഹോണസ്റ്റ് പീപ്പിൾ നോ ആൻഡ് കൺഫസ് ദം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് പേരൻസിനോട് നേരിട്ട് പറയണം. ദൈവം, അമ്മേ അല്ലെങ്കിൽ അപ്പ, എനിക്കിങ്ങനെ ഒരു വിഷയം സംഭവിച്ചു,
ആ സമയത്ത് അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാനും ഒക്കെങ്കിലും ഒന്ന് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാനും കള്ളക്കണ്ണീര് എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയാം. അല്ലാതെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് എന്തുണ്ടാകണം, നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാകണം, ഞാൻ ചെയ്തു പോയത് തെറ്റാണല്ലോ, അങ്ങനെ ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പം അവസരം കിട്ടുന്ന സമയത്ത് വന്ന് കൺഫെഷൻ നടത്തണം തെറ്റുകളെ കുറിച്ച്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് കുമ്പസരിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുതിരുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്. അത് വേറെ ആർക്കും ഇല്ലത്, വേറെ ഒരു ജീവിക്കും കിട്ടുന്ന ഒരു ഗുണമല്ല അത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ പേരൻസ് ഒക്കെ ഇതൊക്കെ ക്ഷമിക്കുമെന്ന്. അവർ പേരൻസ് ആർ നോട്ട് ഫൂൾസ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വിഷയം, അവര് ഈ ഒരു തലത്തിലൂടെ കഴിയുന്നത്. 14 വയസ്സ് കഴിഞ്ഞിട്ടായി 20 വയസ്സായത്, 20 കഴിഞ്ഞിട്ടാ 30 അല്ലേ? സോ 14ാമത്തെ വയസ്സിൽ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ആരെക്കാൾ ഉപരിയായിട്ട് ആർക്കറിയാം? യുവർ പേരൻസ്. നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാം നിങ്ങൾക്ക് എന്നാ കുഴപ്പമൊന്നും. നമ്മൾ ചില സമയത്ത് കണ്ണടയ്ക്കുന്നതായിരിക്കും. എനിക്ക് കൊണ്ടല്ലോ കുഞ്ഞുങ്ങൾ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോ മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ മോടെ പ്രശ്നം തന്നെയാണ്, എൻ്റെ മകന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതൊരു ഡൗട്ട് മാത്രമാണ്. അത് ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ നിങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ആർക്കറിയാം? പേരൻസിന് അറിയാം. എൻ്റെ കുഞ്ഞിന് ഈ ഒരു പ്രായത്തിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അതറിയാം. പക്ഷേ ഈ ബിസി ഷെഡ്യൂളിലോ ജോലി തിരക്കിനിടയിലൊക്കെ ചിലപ്പോൾ അത്ര അങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ, നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ, യു ഹാവ് ടു കൺഫേഴ്സ് വിത്ത് യുവർ പേരൻസ്. അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നോക്കാനും തന്നെ അപ്പൊ അതിനുള്ള ഉപദേശങ്ങൾ മാതാപിതാക്കൾ തരും. മക്കളെ അത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് എല്ലാവരും ടീനേജ് ഓവർകം ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ടീനേജ് പ്രായത്തിൽ തോന്നേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് തോന്നിയില്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ശരിയാണോ? ടീനേജ് പ്രായത്തിൽ തോന്നേണ്ട പല കാര്യങ്ങളുണ്ട്. അതിപ്പോ ഏത് തരത്തിലായാലും ആ തലത്തിൽ ആ ഫീലിങ്സ് തോന്നുന്നില്ലെങ്കിൽ അവരെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ ആൾക്കാർ. അതുകൊണ്ട് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ എന്ത് ചെയ്യണം? അത് നമുക്ക് അത് എല്ലാത്തിനും എന്തുണ്ട്? ഒരു സമയമുണ്ട്. നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് പറയത്തില്ലയോ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് മോഹൻലാൽ പറയത്തില്ല എന്ന് പറയുന്നത് പോലെ. കേട്ടിട്ടുണ്ടോ ആ സിനിമ ഒക്കെ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ സിനിമയ്ക്കകത്ത് പറഞ്ഞത്, മോനെ എല്ലാത്തിനും സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ 14ാമത്തെ വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളെ 14ാമത്തെ വയസ്സിൽ ചെയ്യാവുള്ളൂ. 25ാമത്തെ വയസ്സിൽ ചെയ്യേണ്ട കാര്യം 14ാമത്തെ വയസ്സിൽ ചെയ്യുമ്പോഴെന്ത് വരുന്നേ? പോലീസുകാരിങ്ങനെ മുഖത്ത് തുണിയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു ബോധ്യം എപ്പോഴും എന്ത് വേണം? ടീനേജ് പ്രായത്തിൽ നമുക്കുണ്ടാകണം. ഓക്കെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ യൂസും ഒക്കെ ഞാനിങ്ങനെ പറയാൻ പോയാൽ ഇപ്പൊ സമയം ഇപ്പൊ തന്നെ എന്റെ സമയം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോവും. അപ്പൊ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഈ ഗോസിപ്പ്, മറ്റുള്ളവരെ കുറിച്ച് ഒത്തിരി ഗോസിപ്പ് പറയുക, നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചുമ്മാ ഫോർവേഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, ഒരു കാര്യമില്ലാതെ. കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ഞാൻ കണ്ടിട്ടുള്ളതായിട്ടുണ്ട്. ഇപ്പൊ അച്ഛന്മാരെ കുറിച്ചായാലും മെത്രാന്മാരെ കുറിച്ചായാലും നല്ല സമൂഹത്തിൽ ഒരുവിധം കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ചൊക്കെ ചുമ്മാ 2 മിനിറ്റും അതിൽ വീഡിയോ ഉണ്ടാക്കിയിടുക. അപ്പൊ അത് കുറച്ചൊരു അശ്ലീലമായിട്ടുള്ള, അത്ര ഗുഡ് വേർഡ്സ് അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്തോട് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ആരൊക്കെയോ ലൈക്ക് ചെയ്ത് ഇങ്ങനെ വിടുകയാണ്. ഒരു സന്തോഷം, ഒരു പ്രത്യേക സന്തോഷം. അത് വേറെ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ കയ്യിലും കിട്ടും. നമ്മളും പറയും കൊള്ളാം, ലൈക്ക്. എന്തെങ്കിലും കാണുമ്പോൾ ലൈക്ക് അടിക്കുക. വായിച്ചു നോക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ നിങ്ങൾക്കൊരു 14-15 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഏജാണ് 12 വയസ്സ് തൊട്ട്. ശരിയും തെറ്റും നോക്കണം. ഇതിനകത്ത് പോലെ യാഥാർത്ഥ്യം ഉണ്ടോ, ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും. ഇതൊന്നും നിർബന്ധമൊന്നുമുള്ള കേസൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ പേര് ഇങ്ങനെ ഇതിനകത്ത് കൂടെ മുതലാക്കിക്കൊണ്ടിരിക്കും. എത്രയോ പേരുടെ ജീവിതം നഷ്ടപ്പെടും. തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത്? അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ബോധ്യമൊക്കെ വേണം. ഈ ഹ്യൂമൻ ബീയിങ്സിന് ഒത്തിരിയേറെ തെറ്റുകളും കുറ്റങ്ങളും വരാൻ സാധ്യതയുള്ളവർ. അപ്പൊ നമ്മളൊന്ന് അനാലിസിസ് നടത്തണം. ഞാൻ ഈ പറയുന്ന ഒരു ഗോസിപ്പ് ഒരാളെ കുറിച്ച് കേട്ടു, ഇത് ശരിയാണ് തെറ്റാണ്, നമുക്കറിയാമാത്ത കാര്യമാണ്, നമ്മൾ ഒരിക്കലും പ്രതികരിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നത് നല്ല ബോധമുള്ളവരായി വളർന്നു വരണം. വെറുതെ ആരെങ്കിലും നമ്മളിട്ട കൈയിട്ട അമ്മാനോടെ കളിപ്പാട്ടം പോയിട്ട് ആട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം. എവരി ഇൻഡിവിജ്വൽ ഹാവ് എന്താണ് അവരുടേതായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. നമ്മളെല്ലാവരും നമുക്കൊരു ഐഡന്റിറ്റി ഉള്ളവരാ. നമുക്ക് എല്ലാവർക്കും ഐഡന്റിറ്റി. ഒരാൾ ഐഡന്റിറ്റി വേറെ ആക്കില്ല. ഷിവോച്ച് എന്ന് പറയുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ രീതികൾ വേറെയാണ്, എൻ്റെ ശബ്ദം വേറെയാണ്, എൻ്റെ കളർ വേറെയാണ്. ഞാൻ ഇതിനകത്ത് ഒരു പ്രയാസവും ഇല്ല. ഞാനായിരിക്കുന്ന എനിക്കിഷ്ടം.
അല്ലേ? ഞാനായിരിക്കും. അതുകൊണ്ട് വേറെ ആളെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കില്ലാത്ത എനിക്കുണ്ടല്ലോ എന്നോ എനിക്കുള്ളത് ഇല്ല അവർക്കുള്ളതെന്നോ എനിക്കില്ലല്ലോ എന്നോ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ളത് അധികം തന്നേക്കുന്നു. ഞാൻ ഈ പണ്ട് കറുപ്പായിരുന്ന സമയത്ത് ഒത്തിരി ഫെറാലൗലിയൊക്കെ വാങ്ങിച്ചു പറ്റുന്നുണ്ട്. പണ്ട് ഫെറാലൗലി ആയിരുന്നു വെളുക്കാനുള്ള ഏറ്റവും വലിയ സാധനം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായല്ലോ എത്ര രൂപയുടെ ഫെറാലൗലി ഞാൻ വാങ്ങിച്ചു തേച്ചിട്ടുണ്ടോ അറിയാം. ഫെറാലൗലി ഇപ്പൊ ഇല്ലയോ? ആരും മിണ്ടുന്നില്ല. ഉണ്ട്. അപ്പോ ഫെറാലൗലി വാങ്ങിച്ചു കാശ് പോകതല്ലാതെ ഇപ്പൊ തന്നെ സ്ക്രീൻ എത്ര മാറിയായി ഇരുന്നിട്ടാണെന്നറിയാമോ എന്റെ മുഖം നിങ്ങൾ കാണും. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതിന് വലിയ മാറ്റമൊന്നും വരുത്താൻ ആർക്കും ആവത്തില്ല. പറ്റുമോ? നമ്മൾ വിചാരിക്കുന്ന ഈ പൗഡറൊക്കെ ഇട്ട് എനിക്ക് ഈ സാധനമൊക്കെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്റെ കഴിവാന്ന് ഒരു വലിയ മിടുക്ക് ഒന്നുമല്ല. നമുക്ക് പരിമിതിയുണ്ട്. സൗന്ദര്യമുള്ളവർ ദൈവം അനുഗ്രഹിക്കട്ടെ, കഴിവുള്ളവർ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇല്ലാത്തവർ ദൈവം വളർത്തട്ടെ, ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പക്ഷേ എപ്പോഴും നമ്മുടെ കഴിവുകൾ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ഭംഗിയായ തിരിച്ചറിവുണ്ടാകുക. അതുകൊണ്ട് കുറവുള്ളവരെ നമ്മൾ അധികം പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോകണ്ട. അവനവന് ദൈവം എനിക്ക് ആവശ്യമുള്ളതാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത്. അത് മതി. അതിൽ ഞാനത് കുഴിച്ചിടാൻ ശ്രമിക്കുക. ടാലന്തുകൾ കുഴിച്ചിടാൻ. നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ ഒന്നേ ഉള്ളെങ്കിൽ ഒന്നുകൂടെ ആക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ. 2 മതി. 5 ഉള്ളവും 10 ആക്കിക്കോളും. അവൻ വളർന്നോട്ടെ. പിന്നെ വേൾഡ്ലി പ്ലഷേഴ്സിന്റെ വളർച്ചയല്ല ഒരു മനുഷ്യന്റെ വളർച്ച. ഒരു നല്ല വ്യക്തിത്വം. നമുക്ക് വലിയ സമ്പന്നമില്ലാത്ത എത്രയോ പേര് നമ്മുടെ മനസ്സിൽ എന്റെ മാതൃകയായിട്ടുള്ള 2-3 പേര് വലിയ സമ്പന്നന്മാരല്ല, വളരെ ദരിദ്രന്മാരാ. പക്ഷെ എന്റെ മോഡൽസ് അവർ. ഞാൻ വളർന്നു വന്നത് അവരെ കണ്ടിട്ടാണ്. എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തരുന്നവരാ. അപ്പോ പണമോ മാനദണ്ഡമോ പദവിയോ ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ നല്ല വ്യക്തികളെ കണ്ടെത്തണം, അവരെ ഫോളോ ചെയ്യണം. ഇന്നത്തെ ഒരു കുഴപ്പം എന്നാ? ഒന്നുകിൽ ഫിലിം ആർട്ടിസ്റ്റ്, ഇല്ലെങ്കിൽ മോഡൽസ്. ഇവരൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് ഇൻസ്പിറേഷൻ. അവരാരും മോശക്കാരാന്നല്ല ഞാൻ പറഞ്ഞു, അവർ വളർന്നോട്ടെ. പക്ഷെ അവരെയൊന്നും നമ്മൾ ആരെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്ന വ്യക്തി വേറെയാണ്. എൻ്റെ പേരൻസ് ഇന്നവരാണ്. ഞാൻ ആ വ്യക്തിത്വം എന്റെ വ്യക്തിത്വത്തെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും? അതാണ് ഒരു കറേജ്. അതിന് പകരം ചുമ്മാതെ കമ്പ്യൂട്ടറിനകത്ത് കയറി ഇരുന്ന് മണിക്കൂറോളം ഗെയിം കളിക്കുന്ന പിള്ളേരാണ്. എന്ത് പ്രയോജനമാണ്? ഗെയിം കളിച്ച് അയാൾ വിന്നർ. ആര് വിന്നറാകുന്നു? നമ്മളെ തന്നെ നമുക്കെതിരെ അങ്ങനെ വിന്നറാകാൻ പറ്റും? നമ്മൾ വിന്നറാവേണ്ട ഏതെങ്കിലും നമുക്ക് എതിരാളിയായിട്ട് എടുത്തിട്ടിരിക്കില്ല, അല്ലേ? പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടങ്ങളിലൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കാനും മൈതാനങ്ങളൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കളിച്ച ഒരാളെ വിന്നറായാൽ ഓക്കെ. സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിനകത്ത് ഇരുന്ന് കളിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് ഗെയിമാണ് നമ്മൾ ജയിക്കുന്നത്? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേറെ മറ്റു ഓപ്ഷൻ ഇല്ലായിരിക്കാം. ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും യു ഹാവ് ടു ലിമിറ്റ്. കാരണം അങ്ങനെ ഗെയിമിനകത്ത് നിന്ന് ജയിച്ചത് കൊണ്ടൊന്നും ജീവിതത്തിലൊന്നും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങളെ അറിയാനായിട്ടുള്ള ശ്രമം നടത്തണം. എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അറിവ് കിട്ടുന്നത്. ഞാനിപ്പോൾ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞാൽ 10-20 കൊല്ലത്തിന് മുമ്പ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിക്ഷണറിക്കകത്ത് 150 രൂപയുടെ ഒരു ഡിക്ഷണറി ആയിരിക്കും വീട്ടിൽ നിന്ന് അപ്പം വാങ്ങിച്ചത്. അതിനകത്ത് പല വാക്കുകളും പ്രധാനപ്പെട്ട വാക്കുകൾ കാണുകയില്ലായിരിക്കും. അത് പിന്നെ കാണണമെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് അറിയാവുന്നവരന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടുപിടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ വലിയ പണക്കാരുടെ വീട്ടിലായിരിക്കും 500 രൂപയുടെ ഡിക്ഷണറി ഉള്ളത്. അവിടെ പോയിരുന്ന ആ വാക്ക് കണ്ടുപിടിച്ചൊക്കെയായിരുന്നു പണ്ടുള്ളവർ പഠിച്ചതും ഒക്കെ. ഞാൻ പറയുന്നത് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് ചുമ്മാ ഗൂഗിളിനകത്ത് അടിച്ചു നോക്കിയാൽ മതി. മൊത്തം അതിന്റെ പ്രൊനൗൺസിയേഷനും മറ്റു കാര്യങ്ങളും അതിന്റെ സിനോണിംസും എല്ലാം നമുക്ക് കിട്ടും. അപ്പം യു ഹാവ് ദാറ്റ് an opportunity. യു ഹാവ് ഇറ്റ് യൂസ് കെയർഫുള്ളി. അതാണ് നമുക്കതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ യു ഹാവ് ഇറ്റ് യൂസ് ഇറ്റ് പോസിറ്റീവ്ലി. ഞാനിത് വീണ്ടും ഇത്ര ശക്തമായി പറയുന്നത് പലപ്പോഴും യു ആർ വേസ്റ്റിങ്. എനിക്കും കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ വേസ്റ്റ് ചെയ്യരുത് സമയം. ഒരറിവ് നേടി ഒരു വാക്ക്, ഞാൻ സൺഡേ സ്കൂളിൽ പല പ്രാവശ്യം അവർ ആവർത്തിച്ചു, അവരെല്ലാം കേൾക്കുന്നുണ്ട്. ഒരു പുതിയ വാക്ക്, ഒരു പുതിയ 3 വാക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ, ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് അറിയാൻ അതിനുള്ള ഒരു താല്പര്യം ഉണ്ടാകുക. വെറുതെ മണിക്കൂറുകളോളം കുത്തിയിരുന്ന് നിങ്ങളുടെ തലച്ചോറ് വേസ്റ്റ് ആക്കരുത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനിത് ഇത്ര അകലങ്ങളിൽ ഇരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഇത്ര ശക്തമായ ഭാഷയിൽ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞു, 14, 12 വയസ്സ് 13 വയസ്സ് മുതൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഓക്കെ, ക്യൂരിയോസിറ്റി ഷുഡ് നോട്ട് ലീഡ് ടു സിൻ. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. 8:15 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനിയും
ഞാനത് ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ എന്റെ സമയം അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ് എനിക്ക് ചോദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, 1-ാം സങ്കീർത്തനം വായിക്കണം. അതായത് ഓവർകമ്മിങ് ടെംപ്റ്റേഷൻസ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല സങ്കീർത്തനം. അത് മാത്രം ഫോളോ ചെയ്താൽ മതി. എന്താണെന്ന് അറിയാം, 2-3 കാര്യങ്ങൾ അത് പറഞ്ഞ് ഞാൻ നിർത്തുക. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം, ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, പാപികളുടെ വഴി നിൽക്കാതിരിക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കാതിരിക്കുക. 3 കാര്യം ചെയ്താൽ തന്നെ പരമാവധി ഓവർകം ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കിയൊക്കെ അതിന്റെ താഴോട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ സമയത്തിന്റെ അപര്യാപ്തം നിർത്തുകയാണ്. അപ്പം ഈ അനാവശ്യമായ സംഭാഷണങ്ങൾ നടക്കുന്നിടത്ത് നമ്മൾ ഇരിക്കാതിരിക്കും. തെറ്റിലൂടെ നമ്മളെ നയിക്കുന്നത്, നമ്മൾ പാട്ട് പാടത്തില്ലയോ, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാണ് ആ വഴിഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹം അവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. അപ്പം നമ്മുടെ ദൈവരാജ്യത്തിലേക്കുള്ള വാതിലാണ് ഓരോ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെയും വാതിൽ. അത് വളരെ ഇടുങ്ങിയതാണ്. അതേപോലെ വളരെ ചുരുക്കം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മൈതാനം പോലെ കിടക്കുക, നമ്മളെല്ലാം അവിടെ തിങ്ങിത്തിരക്കി നടക്കുക. ഇതിനകത്ത് കൂടെ യാത്ര ചെയ്യുന്ന ഒരു വളരെ ചുരുക്കമാണ്. അതിനെന്ത് വേണം? അത്യുത്സാഹം വേണം, ഇൻതൂസിയാസ്റ്റിക് ആയിരിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞ പാഷനായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിലൂടെ പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊരു തിരിച്ചറിവാണ്. സോളമൻ ദൈവത്തോട് ചോദിച്ചത് വിവേകം, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം. അതാണ് ഒരു ടീനേജ് പ്രായത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ഇതിനകത്ത് വന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ് നിങ്ങൾ വന്നത്, അറിയാനുള്ള താല്പര്യം. പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക. ദൈവമാണ് നമ്മളിലൂടെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ വചനം എന്ന് പറയുന്നത്, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെയാണ്. വാക്ക് തന്നെ ദൈവമാണ്. ആ വാക്കുകൾ, ഓംകാരം എന്ന് പറയുന്നത് തന്നെ ഹിന്ദു സംസ്കാരത്തിൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവമാണ് നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ സാഹചര്യം ഒരുക്കുന്നത്. ഓരോ സാഹചര്യങ്ങളും ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. I would like to say a few words. Definitely, dear Shivu Achan is today celebrating his priesthood anniversary too. I don't know, I could not hear the first session, whether somebody addressed it or not, but Achan is celebrating his priesthood anniversary also today. So wishing on behalf of the MGOC, some of our diocese, and behalf of all our children, a very blessed ministry ahead. Thank you, Achan, for taking for this wonderful session. We are blessed by your presence and your words. So that's all. Once again, a very happy priesthood anniversary and blessed ministry ahead also. Thank you, Acha. Thank you. I would just like to add one thing, what Achan has said. The first Sam, that's the most apt thing about this topic Achan told. So there are 3 things that Achan mentioned. One is do not sit. One is do not stand. One is do not walk. So what is left is to run. If you want to avoid temptation, just run away from it. നിങ്ങൾ ഇരിക്കരുത്, നിൽക്കരുത്, അവിടെ മൂന്നാമത്തേതാണ് അവിടെ നടക്കരുത്. അപ്പം ബാക്കിയുള്ളത് ഓടുക എന്ന് മാത്രമേ ഉള്ളൂ. So just run like Joseph as he ran away from the house of the Potiphar. So dear children, to avoid temptation, run from it and you will be a winner. അച്ഛനെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ അച്ഛൻ ജോബിർ അച്ഛനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മഹാനോടെ അസോസിയേറ്റ് ആയിട്ടിരുന്നതാണ്. യങ്സ്റ്റേഴ്സിന്റെ മുമ്പിൽ ഒത്തിരിയേറെ ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. അച്ഛന് പ്രത്യേകിച്ച് ഈ സെഷനിൽ വന്നതിൽ അതിയായ സന്തോഷം കണ്ടതിൽ. ഓക്കെ, എല്ലാവരുടെയും പേരുള്ള നന്ദി അച്ഛനും അറിയിക്കുകയാണ്. ഇനിയിപ്പോ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ 2 പേരുണ്ട്, ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം.
അപ്പൊ കുഞ്ഞുങ്ങളാരും ചോദിച്ചോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ? ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Children, please use this opportunity. We have two blessed scholars with us. Okay, someone has raised their hand. Irene Sarah. Yes, Irene, please ask question. Acha, my question to you is it true that our Lord wants us to face temptation to make us stronger in faith? Is this what's mentioned in James chapter 1? Because Jesus didn't stop Satan from tempting him 3 times. Also in 1 Corinthians chapter 10 verses 13, St. Paul advises God will not give temptation beyond what we can bear. That's why I asked if this is his will for us to go through temptation. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നിട്ട് ഞാൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കായിരുന്നു. ഒന്നുകൂടെ ഒന്ന് പറയാമോ? Acha, then repeat. Is it true that our Lord wants us to face temptation to make us stronger in faith? This is what is mentioned in James chapter 1, Acha. ദൈവം പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള, ഞാൻ ചോദിക്കുന്നത് ദൈവം എപ്പോഴെങ്കിലും ടെംപ്റ്റേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണോ ചോദിച്ചത്? അത് സ്ട്രോങ് ആയത് എങ്ങനെയാണോ? അല്ല അച്ഛാ, മോള് ചോദിച്ചത് ദൈവം നമ്മളെ ടെംപ്റ്റ് ചെയ്യണം, നമ്മൾ ടെംപ്റ്റ് ആയി പെടണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ ടെംപ്റ്റേഷൻസിൽ കൂടെ ആണോ ദൈവം നമ്മളെ സ്ട്രോങ് ആക്കുന്നത്? അതുകൊണ്ടാണോ ദൈവം നമുക്ക് ടെംപ്റ്റേഷൻസ്? ഇപ്പോ ഈ പഴയ നിയമം നമ്മൾ പഠിക്കുന്ന സമയത്ത് ജോബിനെ പരീക്ഷിക്കാനായിട്ട് ദൈവം സാത്താനെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവനെ അനുവദിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് നമ്മളെ ഒന്ന് പരീക്ഷിക്കുവാനായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ നമ്മളെ അത് സ്ട്രോങ് ആക്കാനായിരിക്കാം. സംടൈംസ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ പരീക്ഷണം വരാം. ചില സമയത്ത് ദൈവം നമ്മുടെ ആ ഒരു രീതി എന്ന് അളക്കാനായിട്ട്. ഇപ്പൊ യോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിന് സാധിച്ചില്ല. രണ്ടുപേരും നന്മ ഒരുമിച്ച് അനുഭവിച്ചെങ്കിലും തിന്മയുടെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും കാലഘട്ടങ്ങൾ വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് നന്മയും തിന്മയും ഒരുമിച്ച് നമ്മൾ അനുഭവിക്കേണ്ടതല്ലയോ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം ജയിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു നമുക്ക് ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ദൈവം എപ്പോഴും മനുഷ്യന് ചൂസ് തന്നിട്ടുണ്ട്, നമുക്ക് എന്തും ഒരു സെലക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായ്ക്കും എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു. പക്ഷെ അവര് തിന്മയാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഈ ചൂസ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. മുമ്പേ പറയാം, എല്ലാവരും ഹ്യൂമൻ ബീയിങ്സിനെല്ലാം ഈ ടെംപ്റ്റേഷനോട് താല്പര്യമുള്ളവർ. അപ്പൊ അവിടെ ചില സമയത്ത് ദൈവം നമ്മളെ അനുവദിച്ചാലും അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, വി ലൈക്ക് ഫുഡ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. വി ആർ മോർ ഫണ്ട് ഓഫ് മോർ തിങ്സ്. പക്ഷേ ഐ ലൈക്ക് മോർ ദാൻ യു എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോഴാണ് പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളല്ല അതിന്റെ 2 തലത്തിൽ താഴെ നിൽക്കുന്നത്. എനിക്ക് ജോബിയുടെ അച്ഛനൊക്കെ കുറച്ചുകൂടെ എന്തെങ്കിലും പറയാൻ സാധിക്കുമായിരിക്കും. അച്ഛനൊന്ന് പറഞ്ഞാ. I will add to what Achan said, Irene. See, there are 2 things in Bible that we must understand that a human being go through. One is test and second is temptation. Okay. Achan paranja temptation nu paranjathu pralobanangal, and second is test, that is parikshanangal. So these 2 are 2 different things. Okay, so when Bible says God allows us to go through test, when we go through test or parishnam, that helps us to become more stronger. That is what Achan just said about Job. God allowed Satan to test him. It was not a temptation, but a test. Okay, and there Job showed his integrity, his faith, and no matter whether his friends came and ridiculed him, in spite of everything, he has shown his faith even by saying, no to what his wife suggested, that God has given, God has taken. So that is the faith that he has shown, his maturity in faith that he has shown through the test that he had gone through.
And second, temptation, as you rightly said, written in the book of Corinthians, that God allows, see, even Jesus had gone through the temptation. And Achan has very rightly said that God has given us, has created us in his own image and likeness. And one of the, the very inbuilt thing in God is to have free will. Ichha Shakti, isn't it? So God has not created us like a robot, but given us the right free will to choose. But God has told us what is right and what is wrong. Even Jesus was tempted by Satan by saying that it is written in the word of God. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയ പ്രകാരം ദൈവത്തെ പ്രലോഭിച്ചപ്പോഴും ദൈവം അതിന്റെ മറുപടി അതിൽ കൂടി കൊടുക്കുന്നു. So testing and tempting are two different things. Testing makes us strong, and temptation, definitely God allows us. He even if he tempts, he will not allow us to go into it. അപ്പൊ നമ്മൾ അതിനെ അതിജീവിക്കാൻ ഉള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തരുന്നുണ്ട്. പീറ്ററിനോട് ബിഫോർ ദ ക്രൂസിഫിക്ഷൻ Jesus said to Peter, I know that you are going to deceive me or deceive me or proclaim against me 3 times, but my will is that you should not. അല്ലെ? അപ്പോ ദൈവം ഒരിക്കലും നമ്മളെ ടെംപ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ. He may test us, but temptation is different from testing. So testing helps us to grow in faith, whereas temptation, again, there is there in front of us. It is our choice. It is our free will to choose right or wrong. One of the most eminent bishops, Paulos Mar Gregorius Trimeni, he defined freedom as freedom is a virtue to choose what is right. എന്തെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, but it is a freedom to choose what is right and what is good. So I hope that our Shibu Achan's answer and my little knowledge will suffice to that question. Thank you. Absolutely, Acha. Thank you so much. Thank you, Shibu Acha. Thank you. Naren Alex, you have raised your hand. If you want to ask something. Acha, I want to ask whether what makes a willpower strong? Is it avoiding temptation or facing temptation? Through prayer and fasting, we can overcome all these temptations, because I already told you, temptations is everywhere. ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ടെംപ്റ്റേഷൻ ഇല്ലാത്ത മനുഷ്യരില്ല. നമ്മൾ പറയും ചില ആൾക്കാർക്ക്, പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഒരു പ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ when we become teenager, we have temptations. We have a curiosity, അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. എന്താണ്? ഞാനൊരു കാര്യം പറയാം. ഈ കൂടുതൽ നമ്മൾ ഇപ്പൊ പഴയ കാലങ്ങളിലൊക്കെ യങ്സ്റ്റർ 14-15 വയസ്സായി കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ എന്ത് ചെയ്യും? They going to church and they are more fond of church activities. They are more like to do some church activities as a youth, അല്ലെങ്കിൽ ബാലസമാജം, ബാലിക സമാജം. So the circumstances, we are creating circumstances to avoid temptations. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇന്ന് ഞാൻ പറയാം, നമ്മൾ ഇപ്പം ഉദാഹരണം എക്സാമ്പിൾ, when we are going to church 3 hours we are saving എന്താണ് from temptation. ഞാൻ പറയുന്ന ആ വാക്ക് എനിക്കറിയത്തില്ല. We are escaping from that temptations because that circumstances is not suitable for എന്താണ് for fallen sin. So we are creating a situation according to എന്താണ് പറയുന്നത്, നമ്മൾ അതിനകത്ത് അനുസരിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. But the same time we are sitting with the mobile or any other things, laptop, we are going through the other good, not good things. So നമ്മൾ തന്നെ എന്തായി വരുന്നു? We are tempting. So we have to create good circumstances, situations. If we sit with our parents, we are discussing with a good subject, that is good. So temptations is there. എല്ലായ്പ്പോഴും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. നീ അച്ഛൻ എന്തെങ്കിലും ആഡിയോ ഉണ്ടെങ്കിൽ പറയാം അച്ഛാ, എനിക്കറിയാവുന്ന ഞാൻ ഈ പറയുന്നത്. Yeah, right, exactly. Again, the question കണക്ഷനുമായിട്ട് പ്രയാസമുണ്ട് നാട്ടിൽ നിന്നുള്ളതായതുകൊണ്ട്.
Can you hear me now? Yes, Acha. Yes. Okay. So again, Mone, I would just go back to my last point. Please don't confuse yourself with test and temptation. ഇത് രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. The question very basic is, should we face temptation or should we run from temptation? See, if it is a temptation, you must run away from it. What do you mean by fighting temptation? You cannot fight temptation. The best way to fight temptation is to run away from it. When you are using social media, social media, when you are alone, you are having all the freedom to go through anything on your mobile phone. So the moment you are tempted, you cannot see, let me go inside and see what is it. That is not fighting. What do you mean by fight? Fight means two people are standing opposite to each other and you are having a fight with each other. That is fighting. So you cannot fight with temptation there. You can only run away. See, Potiphar cannot, Joseph could have, how could he fight the temptation that Potiphar's wife offered? There was no way. He cannot fight that. What he did, he ran away from that. Yes, when it comes to test your faith, you must fight it to prove that your faith is better in your test. Job did that. He fought the fight of the test that was put forward to him by Satan, and he was victorious in that. So the best way, as Achan said, to fight, whether it is test or temptation, is to be on your knees, to pray, to be closer to God. Then only, English the best way to get up when you fall down is to be on your knees. അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. വീണു പോകുന്ന ഏതൊരു വ്യക്തിയും എഴുന്നേൽക്കണമെങ്കിൽ മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. That is very apt for your spiritual life too. Whether it is a test or a temptation, if you feel you are fallen in your test or temptation, be on your knees. That is the solution. But again, as I say, for your faith, for your test, you fight it. But if you are tempted, run away from that, because otherwise you cannot just fight. Fight in the way നമ്മൾ അവിടെ അതിന്റെ അകത്തോട്ട് പോകണം. So once you are in that, then you are gone. സാംസന്റെ ജീവിതത്തിൽ പറ്റിയത് അതാണ്. He started sleeping in the lap of Delilah. Once he slept, twice he slept, third, and see, finally he lost all the grace that God has given. But at the same time, Joseph didn't try to fight the temptation. He ran away from that. So the better thing, the best thing for my dear children, run away from temptation. And Achan പറഞ്ഞത്, when you are in solidarity, നിങ്ങൾ alone ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത്. When you are tempted, go out to your parents, go out to your friends, go out, exert yourself so that you can run away from the temptation. So running away from temptation is not escapism. Adu escapism alla. Adu ningada moral strength aanu. You can run away from the temptation. Okay? And as it is said, you cannot avoid birds to fly over your head, but definitely you can avoid them making nest on your head. ചിന്തകളൊക്കെയും തെറ്റായ ചിന്തകളൊക്കെയും പറന്നു പോകും. അത് കിളികളെ പോലെയാണ്. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി അവർ കൂടെ വെക്കാതിരിക്കുവാൻ നമുക്ക് അനുവദിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. So test, fight it, and be victorious. Temptation, run away. Thank you. Thank you, Acha. Thank you, Acha. We are running out of time, so we'll take one more question from Michelle Umman from St. Mary's Church, India. Thank you, Aunt, for giving me this opportunity to ask the question. As Achan said, that we should not be alone, we should not be in solitary. Even though we are surrounded with people, somewhere mentally we are alone in our mind. And how to empower our willpower so that we don't go in the way of temptation. Because temptation is not only what we see or hear, it's also what we think. പറഞ്ഞോ അച്ഛാ. Okay, Michelle, I think you are from Bokaro? Yes, Acha. Hi, good. Nice to hear you. Okay, right. Michelle, yeah,
Very wonderfully said. See, even in your spiritual life, even though we are in a community of people, sometimes we are alone and our thoughts wander. അതുകൊണ്ടാണ് in Holy Kurbana, the priest says, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഒക്കെയും എവിടെ ആയിരിക്കണം? പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മെശിഹാ തമ്പുരാൻ ഇരിക്കുന്നിടത്ത് ആയിരിക്കണം. Even though we are surrounded by a community of people who are worshipping God, sometimes our thoughts wander away. So that shows that you are alone even in midst of all the people. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിങ്ങനെ I mean, it waves down to different, aspects of life. Yeah, what you asked is right. Temptation is not just listening or hearing. It is there in every aspect of our life. Even if you are crowded, you can see, if you cannot close your eyes and walk on a street. See, നമ്മൾ അന്യ സ്ത്രീകളെ കാണരുത്, മോഹിക്കരുത്. അല്ലെങ്കിൽ, when you look to a handsome guy, you feel attracted. So is that a sin? No, it is not a sin, because God has given you eyes. Somebody coming from there, you cannot close your eyes and walk on the street. But where is sin? When you turn back, somebody has came, it gone. When you turn back to look at that person, something has gone wrong in your mind. So no matter how many, street is full of people, there are so many people around you, but even then, when you turn back to look to a person to whom you are attracted, there comes the sin. So again, the answer would be the same. Even if you are there in midst of all the people, you are there to be tempted. But the only thing that can avoid you to make sin is to be closer to God. നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ ഒന്ന് see good things, when you കർത്താവ് തന്നെ പറയുന്നുണ്ട്, when you put good things in your heart, you will speak good things. When you see good things, your eyes are your lamp. If that is darkened, how will you lighten up your body? So what you see and what you listen is what you think, and what you think is what you do. So in midst of all the people, even if there is a huge crowd, if you are there as a lone person being tempted, it means that your mind is poking you to something that makes you sin. അതുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നു, എന്ത് ചെയ്യുന്നു, that is very important, because that is there in your mind. That is why Saint Paul even says that നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. Think of what is above, not on what is there on the earth. So what you think is decided by what you see and what you hear. അല്ലെ? ഇപ്പൊ ആദ്യം നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മള് 10 വർഷം മുമ്പൊക്കെ our classrooms were just blackboard and chalk. After that came audio classes. Then now today we have audio video classes, which has a greater impact. Definitely not the blackboard and the smart classes that makes an impact, because you listen to, you see to it, and that comes to your mind. അതുകൊണ്ട് that has very strong impact in your life, what you see and what you listen to, because that is what you're going to think and that is what you're going to do. So your question is very right. So keep your conscience clear. So no matter whether you're alone or in midst of crowd, you will have a strong willpower to avoid and overcome all the temptations. Again, I would say that you cannot overcome the thoughts at that very moment, but definitely you can resist it by saying God's name there. I hope, Michelle, that is answered. Yes, Acha. Thank you, Acha, for answering the question. Thank you, Beta. Priya, we can continue the session. Yeah. Okay. Thank you, Acha, for the wonderful speech. And I hope that everyone has cleared your doubts. Now, I would request Ms. Dia Sarah Matthew of St. Basil Indian Orthodox Church for the vote of thanks. A very good evening to all. Respected Achans, MGR system officials, teachers, and my dear friends. On behalf of Kuwait Sonal, it's my immense pleasure to deliver the vote of thanks for this webinar to all the dignitaries assembled here. First and foremost, we would like to thank our Lord Almighty for making this a memorable and significant event. May His blessings continue to shower upon us.
I should start by thanking Reverend Father Joby Peter, Vice President of MJOSSM and OCYM of Calcutta Diocese, and he is the Vicar of Mar Gregorios Orthodox Church, Bilaspur. He was Associate Vicar of St. Gregorios Indian Orthodox Mahadavaga. Thank you so much, Acha, for your beloved presence this evening. Our heartfelt thanks to Reverend Father Jiju George, Vicar of St. Gregorios Indian Orthodox Mahadavaga, and he is the Administrative Vicar of St. Thomas Indian Orthodox Parayapalli. And I would like to thank Reverend Father John Jacob, Vicar of St. Stephen's Indian Orthodox Church. We are extremely honored to have you, Achins. We owe special gratitude to Reverend Father Matthew, Vicar of St. Basil Indian Orthodox Church, for gracing this occasion with his words of wisdom. We all are really motivated and inspired by your words, Acha. Also, a special thanks to Rahul Matthew, MJOSSM General Secretary, Calcutta Diocese, for his presence throughout this webinar. No event can take shape without some hardworking leaders. It was the dedication and enthusiasm of our leaders, Shah G.P. Thomas, Joint Secretary of MJOSSM Calcutta Diocese from St. Thomas Indian Orthodox Parayapalli, Biju Cherian, Kuwait Zonal Executive Member, and Elizabeth Lissu Jinu, MJOSSM Kuwait Zonal Coordinator from St. Gregorios Indian Orthodox Mahadavaga, which made this event a huge success. We also want to thank all the MJOSSM Vice Presidents and Coordinators of all our churches, namely Mr. Shaji P. Thomas from St. Thomas Parayapalli, Mr. Christy Daniel from St. Basil Church, Mr. Reggie T. Achangune from St. Stephen's Church, Mrs. Anita Biju from St. Gregorios Mahadavaga for coordinating for the success of this program. We are thankful to Jonathan Ishu Suresh from St. Thomas Indian Orthodox Parayapalli for the welcome speech, and also Anusha Elizabeth Blessing from St. Stephen's Orthodox Church and Johann Jacob Thomas from St. Gregorios Indian Orthodox Mahadavaga for enriching us by the Word of God through their Bible reading. And special thanks to the IT team, Mr. Vinod Vargas, Mr. Deepu Matthew, Mr. Greenson Thomas, and especially to St. Thomas Parayapalli for providing the Zoom license support. You all must have seen the beautiful and lively flair for this program. Let me offer a sincere thanks to Ms. Carol Susan Jacob, Joint Secretary from St. Gregorios Indian Orthodox Mahadavaga, for the amazing effort she took. I would like to thank Rian Denji from St. Basil Church for anchoring and making this seminar interesting and meaningful. The vote of thanks would be largely incomplete without thanking each one of you who have joined us through Zoom and who are watching us live on various Facebook pages and YouTube channels. Thank you all once again. May God bless us all. Thank you. Thank you, Ms. Dia Sarah Matthew, for the speech. Where for 40 days, he was tempted by the devil. He ate nothing those days, and at the end, he was hungry. Luke chapter 4, verses 2. So, from this verse, I would like to conclude by saying, when God fasted for 40 days, although he was tempted by Satan, he controlled himself and Satan was defeated. Same way, if we take our case, Satan just captures very easily. So, prayer and fasting faithfully can make you resist from temptation. Now, I would like to invite a priest who has a very good bonding with the youngsters like us and who is a youth promoter. I would request Reverend Father Joby Peter, the Vice President of MJOSSM and OCY, for the closing prayer and benediction. Yeah. Let us all close our eyes and bow our head for the final prayer. Lord, our heavenly and gracious Father, we thank you for this wonderful evening time where we could come together and gather at your feet to glorify your name, to read your word, and to meditate from your word. Thank you, Lord, for the wonderful words that you have spoken through our dear Achin. And we thank you, Lord, for all the dear children who have taken out their time, shown interest to understand your word. Lord, we pray that you be their guide. Let your words be a lamp to their feet as they walk through this world, which is full of temptations and tests. Lord, we pray that please equip them
with all your armors that you have mentioned in your holy word. Lord, help our children also to have that passion to wear those armor and to guide themselves from all the temptations of this world. Lord, definitely our children are very vulnerable and they are going through their teenage where there are lots of temptations even at their fingertips. Lord, fill them with your Holy Spirit and fill them with the power of the Holy Spirit so that they can overcome everything and they can also proudly say, as St. Paul declares, that I have fought a good fight. Let all our children become a good spiritual warriors for you and may glorify your name. Lord, I pray for all the dear Achans who have attended this meeting. Lord, we pray for all the office bearers of MGOCSM, for the Kuwait region, and for all the children who have attended. Lord, help each one of us to glorify and magnify your mighty name. We give glory to you and to your only begotten Son and to the Holy Spirit, now and for ever and ever. Amen. And may now the grace of God, may the blessings of God the Father, the grace of the only begotten Son, and the indwelling of the Holy Spirit be with each one of us now and for ever and ever. Amen. Amen. I'm humble and grateful to all of you for coming and making this an eminent event. Thank you and good night. Thank you, Shibocha. താങ്ക് യു അച്ഛാ, താങ്ക് യു. അച്ഛൻ വന്നത് എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. കാരണം കൊച്ചുങ്ങളുടെ ഭാഷയെ കുറച്ചുകൂടെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ. എനിക്ക് ചിലപ്പോൾ അത് അത്ര അങ്ങോട്ട് പറ്റുകയില്ലായിരിക്കും. ഓക്കെ, സന്തോഷം. Thank you. Okay. Thank you so much. Okay. Thank you so much. Thank you. Thank you, Lizu. Thank you, Acha. Thank you. Congratulations for Okay. organizing everything. Great Thank work. you, Acha. Thank you. All the Thank office were Shaji also. Yeah. Thank you, Acha. Thank you. Thank you, Acha. Thank you. Thank you. Thank you for so attending, Acha. Thank you, Vinod. Thank you, Vinod. ഓക്കെ, എല്ലാവർക്കും Thank you so കേട്ടോ. much. Thank you, Biju, and everyone, all office bearers there. Thank you so much. Thank you. Lizzo auntie, Yes. can you forward me the links of the meetings which are held by MJCSM for us youth, because I am interested in attending them. Yeah, sure, man. I will send it to you. How do I get? Can you share your number or? Auntie, you may give me your number. I'll message you by tomorrow morning or today All right. night. Okay, I'll just put my my number in the chat box so that you can see it. Okay, auntie. I've put it in the chat. You can